നമസ്കാരം. അല്ലേലും കോൺഗ്രസിന് പണ്ടേ താളമില്ല. എവിടെ പണി അവതരിപ്പിച്ചാലും എല്ലാം ഗുദാഹവയായി പോകാറാണ് പതിവ്. ഓരോരോ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇടതുപക്ഷത്തെ പ്രതിസ്ഥാനത്ത് നിർത്താൻ നോക്കുമ്പോഴേക്കും ചൂട്ടും കത്തിച്ച് കോൺഗ്രസിന്റെ വീര പോരാളികൾ തന്നെ എന്തേലും പണി കൊടുത്തോളും. ഒരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് പോകേണ്ടിയിരുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് പണി കൊടുത്തത് തന്നെ നോക്കൂ. സ്വന്തം സ്ഥാനാർത്ഥിയല്ലേ. അതിൽ നാണം കെട്ട് ഏതേലും കുണ്ടിലോ മാളത്തിലോ ഒളിക്കാൻ നോക്കുമ്പോഴേക്കും വീണ്ടും ഏതെങ്കിലും ദേശീയ നേതാക്കൾ തന്നെ നാട്ടിലെ കോൺഗ്രസുകാരെ കാണാത്തതുകൊണ്ട് വലയുമായിട്ട് ഇറങ്ങും. വീണ്ടും എല്ലാം പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുമ്പോഴേക്ക് കുട്ടി കോൺഗ്രസുകാർ പണി കൊടുക്കും. റിപ്പീറ്റ്. തെരഞ്ഞെടുപ്പ് സമയത്താണ് കുട്ടി രാഹുൽ പെട്ടിയുമായി വന്ന് കേരളത്തിലെ കോൺഗ്രസിനെ ഒന്നടങ്കം ഞെട്ടിച്ചത്. ആ പെട്ടിയിൽ അപ്പോൾ തന്നെ എന്താകുമെന്ന് ഏത് പൊട്ടനും അറിയാമെങ്കിലും സമ്മതിച്ച മട്ടില്ല കുട്ടി രാഹുലിന്. ചേട്ടൻ രാഹുലിന്റെ അതുപോലെയുള്ള ക്യൂട്ട്നെസ് ഇറക്കി രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും സംഗതി ഒത്തില്ല. പിന്നെ കോൺഗ്രസ് കള്ളപ്പണവും മദ്യവും ഒക്കെ ഇറക്കി തന്നെ വോട്ടർമാരെ ആകർഷിക്കാൻ നോക്കുമെന്നും നമുക്ക് പറയാൻ വികസനമുണ്ടല്ലോ എന്ന് ഇടതുപക്ഷം പറഞ്ഞ് അവരെ വെറുതെ വിട്ടപ്പോഴാണ് കോൺഗ്രസിന് ശ്വാസം നേരെ വീണത്. കുതിരക്കച്ചവടമോ റിസോർട്ട് രാഷ്ട്രീയമോ ഒന്നും അറിയാത്ത ബി ജെ പിക്കാർ, പിന്നെ ഒന്നും അറിയാത്തത് കൊണ്ട് അവർക്ക് പറയാൻ വേറെ ഒന്നുമില്ലാത്തത് കൊണ്ട് ബി ജെ പി പെട്ടി പെട്ടി എന്ന് വീണ്ടും തൊണ്ട പൊട്ടിപ്പാടി. അപ്പോഴേക്കും ഇടതിന്റെ പ്രചാരണം കിടുക്കാച്ചിയായിട്ട് പോയി. തൃശൂർ വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിനെതിരെ ഇപ്പോൾ കൈക്കൂലി കേസ് വന്നിരിക്കുകയാണ്. ചേലക്കര നിയോജക മണ്ഡലത്തിൽ UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രധാനിയായിരുന്ന PI ഷാനവാസിനെതിരെയാണ് ഷൊർണൂർ പോലീസ് കേസെടുത്തത്. പോലീസ് കേസ് ഒത്തുതീർപ്പാക്കാമെന്ന് പറഞ്ഞ് പട്ടാമ്പി സ്വദേശിയിൽ നിന്നും 25,000 രൂപ വാങ്ങിയെന്നാണ് കേസ്. പാട്ടത്തിനെടുത്ത വാഹനം ഉടമ അറിയാതെ പൊളിച്ചുവിറ്റ കേസിൽ 4 പേർ കഴിഞ്ഞ ദിവസം ഷൊർണൂർ പോലീസിന്റെ പിടിയിലായിരുന്നു. ഈ കേസ് ഒതുക്കി തീർക്കാമെന്ന് പറഞ്ഞ് പോലീസിന് കൊടുക്കാനാണെന്ന് വിശ്വസിപ്പിച്ച് 25,000 രൂപ ഷാനവാസ് തട്ടിയെടുത്തു എന്നാണ് കേസ്. പിടിയിലായവരിൽ ചാലിശ്ശേരി സ്വദേശിയായ ഉമ്മർ എന്നയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഷാനവാസ് പണം തട്ടിയതായി പോലീസിന് വ്യക്തമായത്. സംഭവത്തിൽ വാഹന തട്ടിപ്പും സാമ്പത്തിക തട്ടിപ്പും ഉൾപ്പെടെ 2 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ പേര് പറഞ്ഞ് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിൽ ഷൊർണൂർ പോലീസ് കഴിഞ്ഞ ദിവസം ഷാനവാസിനെ അറസ്റ്റ് ചെയ്ത ശേഷം നോട്ടീസ് നൽകി വിട്ടയച്ചിട്ടുണ്ട്. ചേലക്കര ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡിലെ കോൺഗ്രസ് മെമ്പർ കൂടിയാണ് PI ഷാനവാസ്. പണം തട്ടിയെടുത്ത കേസിൽ അറസ്റ്റിലായതോടെ ഷാനവാസിനെതിരെ ദേശമംഗലത്ത് ശക്തമായ പ്രതിഷേധമുയർന്നു. മെമ്പർ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഷാനവാസിനെതിരെ ഗ്രാമപഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിലും പ്രതിഷേധ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പോളിംഗും കഴിഞ്ഞു, ഫലവും വരാറായി. ഇതെല്ലാം ചർച്ച ചെയ്ത് രാഷ്ട്രീയ നിരീക്ഷകർ തളർന്നു. ഇനിയെങ്കിലും വേറെ കേസുകൾ ഉണ്ടാകില്ലെന്ന് കരുതിയിരുന്ന കോൺഗ്രസുകാർക്ക് വീണ്ടും പണി കൊടുത്തത് സ്വന്തം നേതാവ് തന്നെ. ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ തന്നെ പോലീസിന്റെ അടുത്ത് കൈക്കൂലി കൊണ്ട് ചെന്നാൽ കേൾക്കുന്നവർ ചെണ്ടക്കോലിട്ട് അടിക്കുമെന്ന് അറിയാവുന്ന കോൺഗ്രസുകാർ ഇപ്പോൾ മിണ്ടാട്ടം മുട്ടിപ്പോയ അവസ്ഥയിലാണ്.